See, when Trump deals with Modi, he was not dealing with a friend. He is dealing with a nation. അവിടെ ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തി അത് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രൊഫഷണൽ സമീപനം പ്രധാനമന്ത്രി കാട്ടി. അതിൻ്റെ മുൻ പ്രധാനമന്ത്രിമാരും അങ്ങനെ തന്നെ കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ നയതന്ത്രത്തിന് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന നിരീക്ഷണമുള്ള ആളുകളോട് പറയാനുള്ളത് ഇതാണ്. അതല്ല, രാജ്യ താല്പര്യം തന്നെയാണ്. അവിടെയാണ് where does it hurt? Who gets hurt more? ഇന്ത്യയാണോ അമേരിക്കയാണോ ഇതുകൊണ്ട് കൂടുതൽ ബ്ലീഡ് ചെയ്യാൻ പോകുന്നത്? പ്രഥമ ദൃഷ്ടിയ ഭാരതത്തിന് തന്നെയാണ് ദോഷം എന്ന് തോന്നുന്ന. കാരണം നോക്കൂ, നമ്മുടെ ട്രേഡ് ഫിഗേഴ്സ് 8600 ചില്ലുവാനം കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ളത്. അത്രയും വലിയൊരു കയറ്റുമതി, അതായത് 86 ബില്യൺ ഡോളേഴ്സ്, അത് നേരെ പകുതിയായി കുറയാനുള്ള സാധ്യതയാണ്. ഏതാണ്ട് ടാരിഫ്, അഡീഷണൽ ടാരിഫ് 50% നികുതി, 25, അതായത് ഓഗസ്റ്റ് മാസം 7-ാം തീയതി പ്രഖ്യാപിച്ച 25%, അതിനുശേഷം പിന്നീട് വരും എന്ന്, അതായത് ഇപ്പോൾ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ച അഡീഷണൽ പിഴ ടാരിഫും ചേർത്ത് 50% നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇന്ത്യൻ എക്സ്പോർട്സ് ടു അമേരിക്കയുടെ 56% ഉൽപ്പന്നങ്ങളെയും 56% ക്വാണ്ടിറ്റി അതിനെ ബാധിക്കും. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഒരു റിയലിസ്റ്റിക് ടേംസിൽ അനാകർഷകമാവുകയാണ്. കയറ്റുമതിക്കാർക്ക് അവസരം ലഭിക്കില്ല. അതിനർത്ഥം എന്താ? അവിടെ ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ലാഭകരമായി സമാനമായ തത്തുല്യമായ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ കൊറിയ ഭാഗത്തു നിന്നോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലയിൽ നിന്നോ, എന്തിന് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പോലും ഇറക്കുമതി ചെയ്യാൻ സാധിക്കും.